ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കില്ല എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് തിങ്കളാഴ്ച അവതരിപ്പിക്കുമെന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ നാളത്തെ സഭാ നടപടികളുടെ പുതുക്കിയ പട്ടികയിൽ നിന്നും ബിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രതിഷേധമുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ആ കാരണം കൊണ്ടല്ല ബിൽ അവതരിപ്പിക്കുന്നത് മാറ്റിവെച്ചത്, സാങ്കേതിക കാരണങ്ങളാണ് എന്നാണ് വിശദീകരണം നൽകുന്നത്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ബിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. കേന്ദ്രത്തിന്റെ വൃത്തങ്ങൾ അറിയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അടുത്ത ആഴ്ച ഈ ബില്ല് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറെയും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ നാളെ അവതരിപ്പിക്കാനിരിക്കെയാണ് നാളത്തെ സഭാ നടപടികളുടെ പുതുക്കിയ പട്ടികയിൽ നിന്നും ബിൽ ഒഴിവാക്കിയത്. ഇതോടെ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുന്നത് വൈകിയേക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 129 ഭേദഗതി ബിൽ, ആർട്ടിക്കിൾ 82, 83, 172, 327 പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ എന്നിവയും പട്ടികയിലില്ല. മാറ്റിവെച്ചത് സാങ്കേതിക കാരണങ്ങളെ തുടർന്നെന്നും ഈ ആഴ്ച അവസാനത്തോടെ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് സാധ്യത. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളെ ഹനിക്കുന്നതാണ് ബില്ലെന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ 2034 നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ബില്ല് പാസാക്കിയ ശേഷം 4 വർഷം തയ്യാറെടുപ്പിന് വേണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.